മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. താനൂർ ഹാർബറിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ പി കെ നവാസ് എം.എൽ.എ എത്തി. എം.എൽ.എക്ക് മുമ്പിൽ നിരവധി പരാതികളാണ് മത്സ്യത്തൊഴിലാളികളും സംഘടനാ പ്രതിനിധികളും ഉന്നയിച്ചത്. ഹാർബറിലെ മാലിന്യ പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരമായില്ല. മാത്രമല്ല, നേരത്തെ നിർമ്മിച്ച ഫിംഗർ ജെട്ടി ഉപയോഗശൂന്യമായതും ഹാർബറിൽ ശുചിമുറിയില്ലാത്ത സാഹചര്യവുമെല്ലാം മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് ബോധ്യപ്പെടുത്തി. ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് സമയത്തിന് ലഭിക്കുന്നില്ലെന്ന പരാതിയും എം.എൽ.എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പ്രശ്നങ്ങൾ ഓരോന്നായി പഠിച്ച് വേഗത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ പല കാര്യങ്ങളും തന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നും എം.എൽ.എ പറഞ്ഞു. താനൂർ ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ടറിയാനാണ് പി കെ നവാസ് എം.എൽ.എ ഹാർബറിലെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് മത്സ്യത്തൊഴിലാളികളുമായും മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും ആശയവിനിമയം നടത്തിയത്. പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ എം.എൽ.എ ധരിപ്പിച്ച പരാതികൾ ഹാർബറിൽ പുലിമുട്ടിന്റെ വടക്കോട്ടുള്ള ഭാഗം നീട്ടണമെന്നും ജെട്ടിയുടെ വലതും ഇടതും നീട്ടി സ്ഥാപിക്കണമെന്നും തെക്ക് വടക്ക് ഭാഗം വലയിറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് പരിഹരിക്കണമെന്നുമാണ്. ചെറുതോണി വലിയ തോണി അപകടത്തിൽപ്പെട്ടാൽ റിപ്പയർ ചെയ്യാൻ മണ്ണിട്ട് സ്ഥലം വേണം. 800-അധികം തോണികളുള്ള വള്ളങ്ങൾ ഉൾക്കൊള്ളാനുള്ള സ്ഥലം ഇവിടെയില്ല. നേരത്തെ നിർമ്മിച്ച ഫിംഗർ ജെട്ടി ഉപയോഗശൂന്യമാണെന്നും പെട്രോൾ ബാങ്ക് മാറ്റി സ്ഥാപിക്കണമെന്നും ടോയ്ലറ്റ് ഉപയോഗശൂന്യമാണെന്നും തൊഴിലാളികൾ എം.എൽ.എക്ക് മുമ്പിൽ വിശദീകരിച്ചു. മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. ഡ്രൈനേജ് അടഞ്ഞു കിടക്കുകയാണ്. ഇരിപ്പിടം നിർമ്മിക്കണം. ലൈറ്റുകൾ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല. ഷോപ്പുകൾ ഹാർബറിനോട് അടുപ്പിക്കണം. HMS കമ്മിറ്റിയും കൂടുന്നില്ല. ഇത് പുനഃസംഘടിപ്പിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരം കാണണം. ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് സമയത്തിന് ലഭിക്കുന്നില്ലെന്ന പരാതിയും തൊഴിലാളികൾ ഉന്നയിച്ചു. പ്രശ്നങ്ങൾ ഓരോന്നായി പഠിച്ച് വേഗത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ പല കാര്യങ്ങളും തന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നും എം.എൽ.എ മറുപടി പറഞ്ഞു. നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടാവും, തർക്കമൊന്നുമില്ല. പിന്നെ എല്ലാ കാര്യം കൂടിയും 1-2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഞാൻ നിങ്ങളുടെ മോഹനസുന്ദര വാഗ്ദാനം നൽകി ഇവിടുന്ന് പോയി നിങ്ങളെല്ലാം കൈയടിച്ച് സന്തോഷത്തിൽ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. റിസൾട്ട് ഉണ്ടാവണ്ടേ? അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് പറയാൻ കഴിയുന്നത് ചെയ്യാം. അതാണ് നമ്മുടെ ഒരു പോളിസി. അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ ഞങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പുലിമൂടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. പുലിമൂടുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചു. 2, വാർപ്പിൻ്റെ ജെട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചു. ഈ തോണിക്കാർക്ക് ഉള്ള ഒരു സൗകര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. പെട്രോൾ പമ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞു. പിന്നെ ബാത്റൂം ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. ചെറിയ ജെട്ടിക്ക് മേൽക്കൂര വേണം എന്ന കാര്യം പറഞ്ഞു. വലകൾ ഇറക്കാൻ ഫിംഗർ ജെട്ടി വേണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അറ്റകുറ്റപ്പണികൾ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്, മാലിന്യം, ഇരിപ്പിടം, അവിടുത്തെ ഷോപ്പ് ചേഞ്ച് ചെയ്യേണ്ടത്, HMC കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പരാതികൾ. നഗരസഭ വൈസ് ചെയർമാൻ MP അഷ്റഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. സലാം, മുൻ ചെയർമാൻ ഷംസുദ്ദീൻ, മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു.